Hi dear friends, Assalamualaikum, Namaskaram. It's me Raihans Jaffer. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പൂള വെച്ചിട്ടുള്ള ഒരു അടിപൊളി പൂളപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ കുറച്ച് പൂള എടുത്തിട്ടുണ്ട്, നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് ഈ ഒരു ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചെറിയ പീസുകളായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ബൗളിലേക്ക് നമ്മൾ ഈ ഒരു പൂളൻ്റെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതിൽ നിറയെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകും. ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബൗളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മുഴുവൻ വെള്ളം കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതൊന്നായിട്ടൊന്ന് കുഴഞ്ഞ് ഒരു പരുവത്തിലായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഒരു പുട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഉപ്പ് നമ്മൾ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് ഉപ്പ് കൂടി പോകാൻ പാടില്ല. എന്നിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് വേറെ ഐറ്റം ഉണ്ടാക്കാനാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇവിടെ പുട്ടും കുറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാധാരണ നമ്മൾ പുട്ട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങ ഇടുക, അതിനുശേഷം നമ്മുടെ ഈ ഒരു പൂളയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം, പിന്നെയും തേങ്ങ ഇടുക. അങ്ങനെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനിത് പഞ്ചസാര കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. കറി കൂട്ടി കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ കറി കൂട്ടി കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാനൊന്ന് ഈ ഒരു പുട്ടൊന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പുട്ടിനുള്ള വെള്ളമൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ അങ്ങോട്ട് കുത്തിയെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പൂളാന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മൾ മലപ്പുറത്തല്ലേ, നമ്മളൊക്കെ ഇതിന് പൂളാന്ന് പറയും. വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ കപ്പ, കൊള്ളി, അങ്ങനെ പല പേരുകളാണ് ഇതിനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ, ടേക്ക് കെയർ.